ഇപ്പോൾ RSPയുടെ സംഘം എത്തുന്നത് നമ്മൾ കണ്ടു. RSP ഇപ്പോൾ ഉഭയകക്ഷി ചർച്ചകൾക്ക് വേണ്ടി എത്തിയിരിക്കുകയാണ്. NK പ്രേമചന്ദ്രൻ അടക്കമുള്ള RSP നേതാക്കൾ ഇപ്പോൾ എത്തുകയാണ് അങ്ങോട്ട്. നിയുക്ത മുഖ്യമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്താൻ വേണ്ടി എത്തുകയാണ്. അവർ അകത്തേക്ക് കയറിയതിനു ശേഷം, അതായത് മുഖ്യമന്ത്രിയെ കണ്ട് വന്നതിന് ശേഷം സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അസീസ്, NK പ്രേമചന്ദ്രൻ, ബാബു ദിവാകരൻ അടക്കമുള്ള RSPയുടെ നേതാക്കൾ ഇപ്പോൾ ഉഭയകക്ഷി ചർച്ചയ്ക്കായി കന്റോൺമെന്റ് ഹൗസിലേക്ക് എത്തിയിരിക്കുകയാണ്. RSP നേരത്തെ അവരുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. തൊഴിൽ വകുപ്പ് മാത്രം പോരാ, ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ തൊഴിൽ വകുപ്പിന് വലിയ റോളില്ല എന്ന കാര്യം കൂടി അവർ പറയുന്നുണ്ട്. 3 MLA-മാരുള്ള പാർട്ടിയാണ് RSP. ഇപ്പോൾ RSP ചർച്ചകൾക്കായി NK പ്രേമചന്ദ്രനും അസീസും ബാബു ദിവാകരനും അടക്കമുള്ള RSP നേതാക്കൾ കന്റോൺമെന്റ് ഹൗസിലേക്ക് എത്തുന്നതാണ് നമ്മൾ കാണുന്നത്. അതിൽ അമൽ, RSPയെ സംബന്ധിച്ച് RSP ഒരു MLA-യും ഇല്ലാത്ത പാർട്ടിയായി ഒരു പതിറ്റാണ്ട് പിന്നിട്ട ശേഷം ഇത്തവണ 3 MLA-മാരാണ് RSPയെ സംബന്ധിച്ചുള്ളത്. RSPയെ സംബന്ധിച്ച് മന്ത്രിസ്ഥാനം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഷിബു ബേബി ജോൺ മന്ത്രിയാവുമെന്ന് നമുക്കറിയാം. കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ മെച്ചപ്പെട്ട വകുപ്പുകൾ പക്ഷേ ഇത്തവണ RSP ചോദിക്കുന്നുണ്ട്. അത് സ്വാഭാവികമായും അവർക്ക് ചോദിക്കാനുള്ള അർഹതയുണ്ട്. ഈ RSPയെ കളിയാക്കി പറയുന്നത് കൊല്ലത്ത് മാത്രമുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്കൊക്കെ ആണെങ്കിൽ ഇത്തവണ 3 സീറ്റാണ്. ആ 3 സീറ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പേരാമ്പ്ര പോലെ അല്ലെങ്കിൽ തളിപ്പറമ്പ് പോലെ പയ്യന്നൂർ പോലെയൊക്കെയുള്ള ഒരു സീറ്റ് ഇവിടെയുണ്ട്. ഇരവിപുരം ജയിച്ചു എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്ന സമയത്തൊക്കെ വളരെ ദുർബലനായ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലാണ് അങ്ങ് ചിത്രീകരിക്കപ്പെട്ടത്. പക്ഷേ മിന്നും വിജയമാണ് ആ മണ്ഡലത്തിലുണ്ടായത്. അപ്പോൾ 3 സീറ്റ് അവരുടെ കൈവശം ഇരിക്കുകയാണ്. വെറുതെ ഒരു തൊഴിൽ വകുപ്പ് എന്ന് പറഞ്ഞാൽ മാത്രം അതിന് ഷിബു ബേബി ജോൺ നിന്ന് കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല ഷിബു ബേബി ജോൺ കഴിഞ്ഞ UDF-ന്റെ ഒരു പരിപാടികളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നതാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു പരിപാടി നടക്കുന്നത്. ആ പരിപാടി എന്തിൻ്റെ ഇതാണെന്ന് ഞാൻ മറന്നുപോയി. പക്ഷേ പരിപാടി നടക്കുമ്പോൾ VD സതീശനും ഷിബു ബേബി ജോണും അടുത്തടുത്തിരിക്കുകയാണ്. അപ്പോൾ ബാക്കി ലീഗുകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, എല്ലാവരും ഇങ്ങനെ സെക്രട്ടേറിയറ്റിന് മുന്നിലുണ്ട്. പക്ഷേ RSPക്കാർ ആരെയും കാണാനില്ല. കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു ചെങ്കടൽ ഒഴുകി വരുന്നത് പോലെ മുഴുവൻ ആളുകൾ എല്ലാവരുടെയും കയ്യിൽ RYF ഈ സമരങ്ങളിൽ വളരെ സജീവമായിരുന്നു. അവിടെ ഇങ്ങനെ ഒഴുകി ഇവരെത്തുമ്പോൾ ഷിബു ബേബി ജോൺ ഇങ്ങനെ VD സതീശന്റെ മടിയിൽ ഇങ്ങനെ തട്ടി വിളിച്ചിട്ട് കാലിങ്ങനെ മേളിലേക്ക് കയറ്റി കാലും കയറ്റി വെച്ചിരിക്കുന്ന ഒരു സീൻ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പോൾ അത്രയും അധികം സംവിധാനം ഇപ്പോഴും ഉണ്ട്. തകർന്ന് തരിപ്പണമായി പോയി എന്ന് പറയുന്നിടത്തു നിന്നാണ് അവർ തിരിച്ചേറ്റ് വന്നത് എന്നൊരു കാര്യമുണ്ട്. അത് കേരള കോൺഗ്രസിന് വരവും അങ്ങനെയാണ് കേട്ടോ. ഈ പിളർപ്പിന് ശേഷമൊക്കെ മാണിസാറിന്റെ സംവിധാനമെല്ലാം LDF-നൊപ്പം പോയി നിൽക്കുമ്പോഴും തകർന്ന് തരിപ്പണമായി ഇല്ലാതായി പോയി. തൊടുപുഴ കൊണ്ട് മാത്രം, തൊടുപുഴ മുതൽ തൊടുപുഴ വരെ എന്നുള്ള നിലയ്ക്ക് അവസാനിക്കുമെന്ന് കരുതിയ ഒരു പാർട്ടിയാണ് അവിടെ നിന്നും തിരിച്ചു വന്നത്. അതേപോലത്തെ ഒരു തിരിച്ചൊരു RSPക്കും ഉണ്ടായിട്ടുണ്ട്. തൊഴിൽ വകുപ്പിൽ മാത്രം നിൽക്കില്ല, മറ്റേ ജലവിഭവ വകുപ്പ് ചോദിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന് മുമ്പ് NK പ്രേമചന്ദ്രൻ ആ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട് LDF-ൽ RSP ഉള്ള സമയത്ത്. എന്തായാലും റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ തിരിച്ചുവരവ് ഈ തെരഞ്ഞെടുപ്പിലെ സർവൈവൽ സ്റ്റോറികളിൽ ഒന്നാണ്. RSP ഒരു പതിറ്റാണ്ട് MLA ഇല്ലാതിരുന്നതിന് ശേഷം 3 MLA-മാരുമായി തിരിച്ചു വന്നു. അതിൽ തന്നെ ഇരവിപുരം, കുന്നത്തൂർ, ചവറ 3 മണ്ഡലങ്ങൾ വളരെ പ്രധാനമാണ്. RSPക്ക് നൽകിയ സീറ്റാണ് പയ്യന്നൂർ. V കുഞ്ഞികൃഷ്ണൻ ഇന്ന് പയ്യന്നൂർ MLA ഇന്ന് RSP നേതാക്കളെ കാണുക കൂടി ചെയ്തിരുന്നു രാവിലെ. അതേപോലെ തന്നെയാണ് PJ ജോസഫ് വിഭാഗം. PJ ജോസഫ് ഏറ്റവും ഉയർന്ന സ്ട്രൈക്ക് റേറ്റ് അമൽ കാണേണ്ടത് 87%, കൃത്യമായി പറഞ്ഞാൽ 87.5 സ്ട്രൈക്ക് റേറ്റ്. 8 സീറ്റിൽ മത്സരിച്ചു. അതിൽ കാഞ്ഞങ്ങാട് എന്ന ഒരിക്കലും ജയിക്കാത്ത സീറ്റ് ഒഴിച്ച് 7 സീറ്റും അവർ വിജയിച്ചു എന്ന ഒരു ഗംഭീരമായ സ്ട്രൈക്ക് റേറ്റ് ഇത്തവണ കേരള കോൺഗ്രസ് ജോസഫിനെ സംബന്ധിച്ചുണ്ട്. എനിക്ക് തോന്നുന്നു ജോസഫ് സാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കരിയറിൽ ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട്. അതിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു പൊസിഷൻ കൂടിയാണ്. അപ്പോൾ ഒരു മന്ത്രിസ്ഥാനം മാത്രം കൊണ്ട് കേരള കോൺഗ്രസ് ജോസഫ് തൃപ്തിപ്പെടുമോ? ഒരു മന്ത്രിസ്ഥാനവും മറ്റൊരു പദവിയും എന്ന നിലയിലേക്ക് അതിന്റെ ഫോർമുല മാറുമോ? അതായത് PJ ജോസഫിന്റെ കാര്യം പറയുകയാണെങ്കിൽ അപ്പ് ആൻഡ് ഡൗണിന്റെ കാര്യം ഇതുപോലെ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അപൂർവം ആളുകളായിരിക്കും. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്, വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്, പിന്നീട് ജലവിഭവ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ വകുപ്പുകളിൽ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ അബു ജോസഫിനോട് വിദ്യാഭ്യാസ വകുപ്പിന്റെ കാര്യം ചോദിച്ചു. അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, പണ്ട് കൈകാര്യം ചെയ്തതല്ലേ നിങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ അത്തരം ഒരു ആഗ്രഹം എന്തായാലും ഇല്ല. ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ ചോദിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ലല്ലോ. അപ്പോൾ ആഭ്യന്തര വകുപ്പിൽ പക്ഷേ അതൊക്കെ PJ ജോസഫ് കൈകാര്യം ചെയ്ത് ഏതോ കാലത്താണ്. ഇത് വർഷങ്ങൾക്ക് മുൻപ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത് പോയൊരു സംവിധാനമാണ്. അവർക്ക് ഈ കാഞ്ഞങ്ങാട് സീറ്റ്, അവിടെ വടക്കൊരു സീറ്റ് മത്സരിക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് മാത്രം വെറുതെ പോയി മത്സരിച്ച ഒരു സീറ്റാണ്. അതുകൂടി കോൺഗ്രസിനും എല്ലാം വിട്ടുകൊടുത്തിരുന്നുവെങ്കിൽ മുഴുവൻ സീറ്റിലും ജയിക്കുന്ന പാർട്ടിയായി മാറിയാണ്. മത്സരിച്ച എല്ലാ സീറ്റുകളിലും ജയിക്കുന്ന പാർട്ടിയായി 100% സ്ട്രൈക്ക് റേറ്റ് അട്ടിമറിച്ചു. അതിലൊരു കോൺഗ്രസ് ആണ് അവിടെ കോൺഗ്രസിന്റെ വോട്ടുണ്ട് ഒരുപാട്. കേരള കോൺഗ്രസ് ജോസഫിന്റെ സീറ്റായിരുന്ന തൃക്കരിപ്പൂര് വിട്ടുകൊടുത്തിട്ടാണ് അവർ കാഞ്ഞങ്ങാട് ഏറ്റെടുത്തത്. തൃക്കരിപ്പൂര് തവണ UDF ജയിച്ചു, തൃക്കരിപ്പൂര് പിടിക്കുകയും ചെയ്തു. മാത്രമല്ല ഈ പറയുന്ന വിജയത്തിന്റെ കാര്യം പറയുമ്പോൾ പാലായിലേക്ക് എത്രത്തോളം കേരള കോൺഗ്രസ്സുകാരുണ്ട് എന്നുള്ളത്, അത് ബ്രാക്കറ്റ് ഇല്ലാത്ത കേരള കോൺഗ്രസ് ആണ്. ഇതാണ് അവർ പറയുന്നത്. കേരള കോൺഗ്രസ് പോയി ബ്രാക്കറ്റ് പോയില്ല. അപ്പോൾ ഞങ്ങൾക്ക് ബ്രാക്കറ്റിൽ യഥാർത്ഥ കേരള കോൺഗ്രസ് ഞങ്ങളാണ് എന്ന് പ്രൂവ് ചെയ്തു എന്നുള്ളതാണ് PJ ജോസഫ് പറയുന്നത്. അത് ശരിയാണ്. കാരണം തൊടുപുഴ കൊണ്ട് മാത്രം ഒതുങ്ങുകയല്ല. കോതമംഗലം പിടിച്ചെടുക്കുകയാണ്. കുട്ടനാട് അങ്ങനെ എളുപ്പം പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സീറ്റായിരുന്നില്ല. പക്ഷേ കുട്ടനാട് പിടിച്ചെടുക്കുകയാണ്. അങ്ങനെ പിടിച്ചെടുത്ത സീറ്റുകളുടെ എണ്ണമാണ് കൂടുതൽ. ഇപ്പോൾ കടുത്തുരുത്തിയൊക്കെ വിജയിക്കും എന്നുള്ള കാര്യം ഏകദേശമൊക്കെ ഉറപ്പായിരുന്നു. അതുപോലെ പാലായിലെ ഈ പറയുന്ന ജോസ് കെ മാണിയുടെ പരാജയത്തിൽ ഒരു പങ്ക് കേരള കോൺഗ്രസിനുണ്ട്, ബ്രാക്കറ്റ് ഇല്ലാത്ത കേരള കോൺഗ്രസിനുണ്ട്.
കോൺഗ്രസിനുണ്ട്, പി സി ജോസഫിന്റെ കേരള കോൺഗ്രസിനുണ്ട്. ഇടുക്കിയിൽ റോഷിയുടെ പരാജയത്തിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമായി ഈ പറയുന്ന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മാറിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ചോദിക്കാം, അവരും ഈ പറയുന്ന പോലെ നേരത്തെ കൊടുത്തതുപോലെ ഏതെങ്കിലും ഒരു ചെറിയ വകുപ്പ് കൊടുത്ത് ഒതുക്കലൊന്നും നടക്കില്ല. ഇനി ഒരു മന്ത്രിയേ ഉള്ളൂ എങ്കിലും പ്രധാനപ്പെട്ട വകുപ്പുകൾ ഏതെങ്കിലും മോൻസിന് കൊടുക്കേണ്ടി വരും. ഒപ്പം ചീഫ് വിപ്പ് പദവി ഒരുപക്ഷെ ഇരിങ്ങാലക്കുട MLA തോമസ് ഉണ്ണിയാടൻ ചീഫ് വിപ്പ് ആവാനുള്ള സാധ്യതയാണ് നമ്മൾ ഈ നിമിഷം കാണേണ്ടത്. RSPയുടെ നിലപാട് AK സ്റ്റെഫിൻ കൂടിയുണ്ട്. സ്റ്റെഫിൻ, ഇപ്പോൾ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് ഈ കന്റോൺമെന്റ് ഹൗസിലേക്ക് NK പ്രേമേന്ദ്രൻ അടക്കമുള്ള RSPയുടെ സംഘം എത്തിയത്. RSPയുടെ തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? ഏതായാലും നിലവിലുണ്ടായിരുന്ന ആ തൊഴിൽ വകുപ്പ് മാത്രം കൊണ്ട് തൃപ്തിപ്പെടാൻ RSP ഏതായാലും ഇപ്രാവശ്യം തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും സുപ്രധാനമായ വകുപ്പുകൾ വേണമെന്നുള്ളതാണ് പാർട്ടി കമ്മിറ്റികളിൽ ഉയർന്നു വന്നിരിക്കുന്ന ഒരു തീരുമാനം. അത് ഷിബു ബേബി ജോൺ ഔദ്യോഗികമായി പറയുകയും ചെയ്തു. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ അവരുമായിട്ടുള്ള ചർച്ച അവിടെ നടക്കും. വിശദമായി തന്നെ ഈ കാര്യങ്ങളെല്ലാം UDF നേതൃത്വത്തെ അറിയിക്കും. നേരത്തെ താരതമ്യേന ജൂനിയർ ആയിരുന്ന സമയത്ത് ആണ് ആ തൊഴിൽ വകുപ്പ് ലഭിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് ബേബി ജോൺ കൈകാര്യം ചെയ്ത വകുപ്പ് ആണെങ്കിൽ പോലും ഇപ്രാവശ്യത്തെ ഒരു രാഷ്ട്രീയ സ്ഥിതി കണക്കിലെടുത്തുകൊണ്ട് ഏതെങ്കിലും നല്ല വകുപ്പുകൾ വേണം എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ആരോഗ്യം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ ചോദിക്കാനാണ് RSP ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ അതെല്ലാം എത്രത്തോളം സാധ്യമാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ നൽകാൻ കഴിയുമെന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. ഏതായാലും ചർച്ചകൾ ഇങ്ങനെ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരത്തെ നന്ദാവനത്തെ ഈ കാണുന്ന പാണക്കാട് ഹാളിൽ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ എത്തും. ഇവിടെ ലീഗ് നേതാക്കളെല്ലാം തന്നെയുണ്ട്. അവരുമായിട്ടുള്ള കൂടിക്കാഴ്ച ഇവിടെ നടത്തും. പ്രാഥമികമായ ഒരു കൂടിക്കാഴ്ച. പ്രത്യേകിച്ച് മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അവർ 5 മന്ത്രിസ്ഥാനം വേണമെന്നൊരു നിലപാട് തന്നെയാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഉള്ളത്. അത് എത്രമാത്രം സാധ്യമാണ് ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ എന്നുള്ളത് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഇനി അല്പസമയത്തിനകം മുഖ്യമന്ത്രി ഇങ്ങോട്ടേക്ക് എത്തി ആ ചർച്ചകൾക്ക് നേതൃത്വം നൽകും. അതിനുശേഷം വീണ്ടും ഒരുപക്ഷെ കൂടിയാലോചനകൾ വേണ്ടി വരുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും RSPയുടെ നിലപാടും വലിയ പ്രതിസന്ധി മുന്നണിക്കകത്ത് സൃഷ്ടിക്കുമെന്നുള്ള കാര്യവും ഉറപ്പാണ്. കാരണം തൊഴിൽ വകുപ്പ് ആകപ്പാട് ഒരു മന്ത്രിസ്ഥാനം മാത്രമേ അവർ ചോദിക്കുന്നുള്ളൂ. പക്ഷേ അത് തൊഴിൽ വകുപ്പ് കൊണ്ട് തൃപ്തിപ്പെടാൻ ഇല്ല.